ഒരു കാര്യം എന്താണ് സമാധാനാണ് അല്ലെ. നമ്മളെപ്പോഴും ആരടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ഒന്നും വേണ്ട, മനസ്സമാധാനത്തിൽ ഒന്ന് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലെ. സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഹാപ്പി ആവാൻ പറ്റും, എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും, എല്ലാം കഴിയും. അപ്പൊ ഇന്നിപ്പോ നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ പറയാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാല് ക്ഷമ, ഫോർഗീവ്നെസ് അല്ലെ. പക്ഷെ ഈ ക്ഷമ എന്ന് പറയുമ്പോ നമ്മള് ഈ സോറി പറയാ, ജസ്റ്റ് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയ സോറി പറയാന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഫോർഗീവ്നെസ്സിന് ഇത്രയും പവർ ഉണ്ട് എന്നൊന്നും നമ്മള് തിരിച്ചറിയാൻ ലേറ്റ് ആയിട്ടുണ്ട് ഓരോരുത്തരും. കാരണം നമ്മള് ഖുറാനിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ക്രിയേറ്റർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവർക്കും പുറത്ത് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ അപ്പോഴും നമ്മള് പുറത്ത് കൊടുക്കാം, പക്ഷെ നമ്മള് എത്ര കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ തന്നെ സൂക്ഷിച്ചു പോകുന്നുണ്ട്. ഇപ്പോ നമ്മള് എന്തെങ്കിലും മദറിലോ അല്ലെങ്കിൽ നാത്തൂമാരുടെ അടുത്തുനിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പുറത്തു കൊടുക്കാൻ റെഡി ആവലില്ല. നമ്മളെന്താ അത് മൈൻഡിൽ വെക്കും, പിന്നെ വേറെയുള്ളവരോട് ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്ത് ആ പെയിന് നമ്മളെന്നെ ഉള്ളിലിട്ട് കൊണ്ടുപോവാണ്. അപ്പോ അത് നമുക്ക് അവിടെ നിന്ന് പുറത്ത് കൊടുക്കുന്നതോടുകൂടി ശരിക്കും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് ഹീലാവാണ്. നമ്മള് അവരോട് എന്താ പറയാ, ഇപ്പൊ പുറത്തു കൊടുക്കാറുമ്പോ പലരും ചിന്തിക്കാറുള്ളത് നമ്മൾ അവരെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്ന പോലെയല്ലേ എന്നുള്ളതാണ്. ആക്ച്വലി അതല്ലല്ലോ അവിടെ സംഭവിക്കുന്നത്. നമ്മള് ഇപ്പോ ഒരാള് നമ്മളോട് പറഞ്ഞു പോയി നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേർഡ്സ് ഒക്കെ അവര് പറഞ്ഞു പോയിട്ടുണ്ടാവും. അവരത് പറഞ്ഞു പോയി, അവര് പിന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും അല്ലെ. അവര് ഉറങ്ങുന്നുണ്ടാവും, ഫുഡ് കഴിക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇത് ആലോചിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാ, നമ്മളത് ആലോചിച്ചിട്ട് ഉറക്കമില്ല, ഹെഡേക്ക് വരുന്നു. എന്നാലും അവരങ്ങനെ ചെയ്തല്ലോ, എന്തിനാ അവരിപ്പോ അങ്ങനെ പറഞ്ഞത്, ഞാൻ അങ്ങനെയാണോ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ സ്വയം വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സത്യത്തിൽ അതിനുള്ള സംഭവിക്കുന്നത് എഗ്രി ചെയ്യുന്നുണ്ടോ? ഇതിപ്പോ നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുക വെച്ചാല് നമ്മളത് മറക്കുന്നില്ല, നമ്മളെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കുന്നുമില്ല, അതല്ല സംഭവിക്കുന്നത്. അതിന്റെ ഒരു പെയിൻ ഉണ്ടല്ലോ നമ്മളെ ഉള്ളിലുള്ള, അത് കുറഞ്ഞു കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളത് മറക്കൂല എന്തായാലും. പക്ഷെ നമുക്ക് നെക്സ്റ്റ് ടൈം അവരടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും, ഇയാളോട് ഇങ്ങനെ നിൽക്കുന്നതാണ് ബെറ്റർ എന്നുള്ളത് അല്ലെ. അപ്പോ നമ്മളിപ്പോ ഏത് കാര്യം എടുത്തു നോക്കിയാലും ശരിക്ക് നമ്മളെയാണ് വേദനിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ശരിക്ക് നമ്മളോട് ഫോർഗീവ്നെസ് ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയത് അതാണ്, നമ്മളെ ഉള്ളിൽ ആദ്യം ക്ലിയർ ആക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കാനെന്നാ. നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ഇല്ല ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു, ഞാൻ മൈൻഡിൽ നിന്ന് അത് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളോട് ആദ്യം ക്ഷമിക്കുക. അതുപോലെ പഠിച്ചവന്റെ അടുത്ത് പറയാ, എന്നിട്ട് വേണം നമ്മൾ അവരോട് പുറത്ത് കൊടുക്കാൻ. കാരണം എന്താ വെച്ചാല് ആക്ച്വലി നമ്മളല്ല വേദനിപ്പിക്കുന്നത്. നമ്മൾ ഉറക്കം കളയുന്നു, ഫുഡ് കഴിക്കുന്നില്ല, ഒന്നിനും ആക്റ്റീവ് അല്ല, നമ്മളിത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു ഉരുളക്കിഴങ്ങിന്റെ കഥ എക്സാമ്പിൾ ആയിട്ട് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ടുള്ളത്. അതുപോലെ ആയിരിക്കും അവസ്ഥ. ആദ്യം അത് നമ്മൾ കൊണ്ടു നടക്കും, പിന്നെ അതെന്ത് ചെയ്യും, ചീഞ്ഞ് നാറാൻ തുടങ്ങും. അവർക്കല്ല ഒന്നും. ഈ പറഞ്ഞു പോയ ആൾക്കാർ ഇതിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവര് നമ്മളിത് മൈൻഡിൽ വെച്ച് നടക്കുന്നു, നമ്മൾ ടെൻഷൻ ആവുന്നൊന്നും അവരറിയുന്നുണ്ടാവില്ല. അവരെന്ത് ചെയ്യും, അവരത് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളിപ്പോഴും വർഷങ്ങളോളായിട്ടുള്ള നമ്മളെ മൈൻഡിലുണ്ടാവും അല്ലെ. അയാളെ കാണുമ്പോ പിന്നെ നമ്മളത് ഓർത്തെടുക്കും. എന്നിട്ട് ആ കാണുന്ന ദിവസം പിന്നെ എന്ത് ചെയ്യാ, അന്നത്തെ ആ സംഭവം എനിക്ക് മറക്കാൻ പറ്റൂല എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പൊ ശരിക്കും നമുക്ക് സ്ട്രെസ് ഹോർമോൺസ്, നമ്മളെ കോർട്ടിസോൾ പോലത്തെ ഒക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മളെ നല്ലോണം ഡൗൺ ആക്കും അല്ലെ. അതിന് പകരം നമുക്ക് ആവശ്യമുള്ള ഹോർമോൺസ് അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് തന്നെ പറ്റും. നമ്മൾ എന്ത് ചെയ്യാ, ഓൺ ദ സ്പോട്ട് അത് ഒന്ന് എഴുതാൻ പറ്റുകയാണ് ഏറ്റവും ബെറ്റർ. അതാണ് ഫസ്റ്റ് നമ്മൾ എഴുതിയാൽ മതി, പിന്നെ നമുക്ക് മൈൻഡിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം,
വിശദീകരിച്ച് തന്നെ എഴുതുക. എന്താ പറയുക, നമ്മൾ അവർക്ക് ലെറ്റർ എഴുതുന്ന പോലെ എഴുതാം. എന്നിട്ട് നമ്മൾ ഒപ്പനൊപ്പനം അല്ലേ, ഐ എം സോറി, പ്ലീസ് ഫോർ ഗീവ് മീ, അല്ലെങ്കിൽ ഐ എം സോറി, ഐ ഫോർ ഗീവ് യു എന്ന് പറഞ്ഞിട്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് എഴുതാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇതിനേക്കാളൊക്കെ മുന്നേ എനിക്ക് തോന്നിയിട്ടുള്ളത്, പേഴ്സണലി തോന്നിയിട്ടുള്ളത്, നമ്മളോട് ആദ്യം ഫോർ ഗീവ് ചെയ്യാം. കാരണം ഇപ്പോ ഞാൻ എന്നോട് പറയുകയാണെങ്കിൽ, ബിനി എന്നെ സാഹചര്യത്തില് അവരിങ്ങനെ പറഞ്ഞപ്പോ ഞാന് വെറുതെ ഞാൻ നിന്നെ വേദനിപ്പിച്ചു. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മളെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. അപ്പോ ആ ഒരു കുട്ടിക്ക് എത്ര പെയിൻ ഉണ്ടായിട്ടുണ്ടാവും എന്നറിയോ. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ കൂളാക്കുക. നമ്മൾ എന്ത് ചെയ്യാം, ഞാന് ഇങ്ങനെ വിഷമിച്ചു പോയി, എനിക്ക് അതുകൊണ്ട് തലവേദന ഉണ്ടായി, ഉറക്കം കളഞ്ഞു, പക്ഷെ നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അയാൾക്ക് വേണ്ടി അയാളോട് പുറത്ത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഫോർഗീവ്നെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 2 minutes ഒന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. എല്ലാവരും ഒന്ന് കണ്ണടക്കോ, ക്ലോസ് യുവർ ഐസ്. ഒരു സെക്കൻഡ്, കണ്ണടക്കുന്ന മുമ്പ് നമ്മളെ തന്നെ ഒന്ന് ഹഗ് ചെയ്യാം. ഓക്കെ, ടൈറ്റ് ആയിട്ട് തന്നെ ഹഗ് ചെയ്യാം. എന്നിട്ട് നമ്മളെ മൈൻഡിൽ പെയിൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം എടുക്കുക കേട്ടോ. ആ ഒരു കാര്യം എടുത്തിട്ട് നമ്മൾ പറയാം, ഡിയർ ബിനി എന്ന് പറയുന്ന പോലെ, ഐ എം സോറി, പ്ലീസ് ഫോർ ഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഞാൻ നിന്നെ ഇന്ന കാര്യത്തിനൊക്കെ വേദനിപ്പിച്ചു. ഓരോരുത്തരും പേര് വിളിച്ചിട്ട് നിങ്ങൾ പറയാട്ടോ. ആ സിറ്റുവേഷനിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ നിന്റെ പെയിന് ഞാൻ മനസ്സിലാക്കിയില്ല. നിനക്ക് എത്രയും വിഷയങ്ങൾ വരും, ഇത്രയും വേദന ഉണ്ടാകും, എനിക്ക് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഇതിനോണ്ട് ഉണ്ടാകും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഐ എം റിയലി സോറി. നീ എന്നോട് പുറത്തു തരണം, പ്ലീസ് ഫോർ ഗീവ് മീ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഹൈറിന് വേണ്ടിയിട്ടാണ്. താങ്ക് യു. നമ്മൾ ക്രിയേറ്ററോട് താങ്ക്സ് പറയാണ്. എന്നിട്ട് ഐ ലവ് യു, നിങ്ങളുടെ പേരെന്താണോ അത് വിളിച്ചിട്ട്, ഐ ലവ് യു ബിനി, ഐ ലവ് യു സോ മച്ച്. ഈ ഐ എം സോറി, പ്ലീസ് ഫോർ ഗീവ് മീ ഇതൊരു 3 times ഒന്ന് നമ്മളെ മൈൻഡിനോട് പറയട്ടോ. എന്താണോ നിങ്ങൾക്ക് ആ പെയിനിനെ കുറിച്ച് തോന്നുന്നത്, അത് ആ തോട്ട് മൈൻഡിൽ കൊണ്ടുവന്നിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം. എത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുമോ അത്രയും ഫീൽ ചെയ്തിട്ട് തന്നെ നിങ്ങൾ ആ ഒരു സംഭവം മൈൻഡിൽ കൊണ്ടുവരാട്ടോ. എന്നിട്ട് നമ്മളെ കൈകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് തട്ടി കൊടുക്കുക. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ ബിനി. ഇതൊക്കെ നമ്മുടെ ഹൈറിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കണ്ടാൽ മതി. ഇത് നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മൈൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നു. ഒരു 3 ബ്രീത്തിങ് ഡീപ്പായിട്ട് എടുത്തിട്ട്, ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്, ഹോൾഡ് ഓൺ, സ്ലോ ആയിട്ട് വിട്ടോളൂ കേട്ടോ. ഒരു 3 ബ്രീത്ത് അങ്ങനെ എടുത്തിട്ട് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് എടുത്തിട്ട് 1, എന്നിട്ട് കണ്ണുകൾ മെല്ലെ തുറക്കുക.
എല്ലാരും തിരിച്ചെത്തിയോ? സൂറ മാമിന്റെ ഫേസ് ഒന്നും എനിക്ക് കാണുന്നില്ല. മാം ഒളിച്ചിരിക്കണോ? മാഷാ അല്ലാ, താങ്ക് യു സോ മച്ച്. എല്ലാരും തിരിച്ചെത്തിയോ? ഓക്കെ. അപ്പോ ഇതുപോലെ നമ്മൾ ആദ്യം നമ്മളോട് ഫോർഗീവ് ചെയ്യാട്ടോ. ഇനിയിപ്പോ നമ്മൾ എഴുതാണെന്നുണ്ടെങ്കിലും എഴുതാം. ഡിയർ പിനി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതൊരു 21 ടൈംസോ 11 ടൈംസ് എങ്കിലും എഴുതാം. ആദ്യം കുറച്ച് ടൈംസ് എഴുതേണ്ടി വരും. പിന്നെ എനിക്കൊക്കെ ഞാൻ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന നല്ലോണം പ്രാക്ടീസ് ചെയ്ത ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോ നമ്മള് ഇവിടെ ഫോർഗീവ് ചെയ്ത് നമുക്ക് അതുവരെ അവരെ മെസ്സേജോ കോളോ ഒരു ബന്ധമില്ലാത്ത ആൾക്കാര് ഇത് കഴിഞ്ഞ് ഞാനത് ബേൺ ചെയ്ത് വെറുതെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവരെ മെസ്സേജ് എന്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവിടെ ആ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈവൻ ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആ അടുത്ത ബന്ധമുള്ള ആൾക്ക് നമുക്ക് എന്തായാലും ആ ഒരു കണക്ഷൻ ഉണ്ടാവും. നമുക്ക് തന്നെ അറിയാലോ, ഇപ്പൊ നമ്മൾ ആരെങ്കിലും കുറിച്ച് ചിന്തിക്കുന്ന ടൈമിൽ അവരെ കോളൊക്കെ വരാറുണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ അറിയില്ല. നമ്മൾ പറയും ഇപ്പൊ വിചാരിച്ചിട്ടുള്ളൂ എന്ന് പറയും. അപ്പൊ അതുപോലെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം എഴുതി അതങ്ങ് കത്തിച്ച് കളയുമ്പോൾ നമ്മളെ മൈൻഡ് കണ്ട് ഇതാവുന്ന അനുസരിച്ച് 2-3 പ്രാവശ്യം എനിക്ക് ഇതേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ആളുകൾ ഒന്നില് നമ്മൾ വിളിക്കേ, പിന്നെ നമ്മൾ ആ സംസാരം ഒന്നും അവിടെ സംസാരിക്കുന്നില്ല. അപ്പോ നമ്മൾ തന്നെ തീരുമാനിക്കുക നമുക്കെന്താ ഏത് ഹോർമോൺ ആണ് റിലീസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഡോപ്പമൈൻ വേണോ കോർട്ടിസോൾ വേണോ എന്നുള്ളത്. ഡോപ്പമൈൻ എന്താണ്? നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഹോർമോൺ ആണ്. അപ്പൊ അത് മാക്സിമം നമ്മൾ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് വേറെ ആരും വന്നിട്ട് ഉണ്ടാക്കി തരൂല, നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പൊ നമ്മളിപ്പോ അത് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളൊരു സ്ട്രോങ് തീരുമാനമാണ്. ഒരിക്കലും അവരെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കുക ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ പലർക്കും ഉള്ളൊരു വിഷയമാണ്, ഞാൻ പുറത്തു കൊടുക്കൂല, എന്ത് സംഭവിച്ചാലും പുറത്തു കൊടുക്കൂല അറിയും. പക്ഷെ ഈ പുറത്തു കൊടുക്കാത്തോണ്ട് ആർക്കാ നഷ്ടം? നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാവണം. എത്ര വർഷങ്ങൾ ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും പക വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് അറിയാം ഫോർഗീവ്നെസ് എന്താണ് എന്നുള്ളതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഖുറാനിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മള് അത് എത്ര പഠിച്ചവന് അത്രയും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടും നമ്മളത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ല, സത്യാണ്. പക്ഷെ നമുക്കിപ്പോ സയന്റിഫിക്കലി നമുക്കിപ്പോ ഈ മൈൻഡ് പവറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോ അതിന് ഇത്രയും പവർ ഉണ്ട്, നമ്മളത് യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടി. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ഡിയർ അല്ലാഹ്, ഐ എം സോറി, നമ്മള് ഇപ്പോ ഈ നമ്മളെ നമ്മൾ വേദനിക്കുന്നത് നമ്മളെ ക്രിയേറ്ററിന് ഇഷ്ടമല്ല അല്ലെ. അപ്പോ അതിനും പിന്നെ ഇപ്പൊ നമ്മളെ വാക്കാല് മറ്റുള്ളവർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിലോ, നമ്മൾ ചിലപ്പോ അവര് പറഞ്ഞപ്പോ നമ്മൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ചിലപ്പോ നമുക്ക് അവരോട് നേരിട്ട് സോറി പറയാന്, സോറി മേ ബി പറയായിരിക്കും, പക്ഷെ ഡീപ്പായിട്ട് പറയാന് നമുക്കൊരു മടി ഉണ്ടാവും. അപ്പൊ അതിന് പകരം എന്താ, നേരിട്ട് പറയാൻ പറ്റാത്തവരതും നമ്മൾ കാര്യങ്ങൾ എഴുതുക. അയാളെ പേര് വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എഴുതാം. ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ അപ്പത്തെ സിറ്റുവേഷനിൽ ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണം, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ. ആ ഒരു 4 സെന്റൻസ് ഉണ്ടല്ലോ, അതന്നെ എഴുതിയാൽ മതി. ആദ്യം നമ്മളൊന്ന് എന്ത് ചെയ്യാം, നമ്മളെ മൈൻഡിൽ നിന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറയുന്നത് കേട്ടോ. പിന്നെ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ മൈൻഡിൽ തോട്ട് കൊണ്ടുവരാം. ഈ ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഒപ്പനൊപ്പനോ പ്രയർ എഴുതുമ്പോൾ അത് തോട്ടിൽ കൊണ്ടുവന്നാൽ മാത്രം മതി. പക്ഷെ കുറെ ഡീപ്പായിട്ട് നമ്മളെ മൈൻഡ് കുറച്ച് മുന്നത്തതൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് പോയിക്കോട്ടെ, നമുക്ക് എന്താ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. അവരെന്താ ചെയ്യിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, തോറ്റു കൊടുക്കല്ല ഒരിക്കലും. നമ്മൾ വിചാരിക്കും ക്ഷമിക്കുക എന്ന് പറഞ്ഞാല് ഞാൻ അവിടെ തോറ്റു കൊടുക്കല്ലേ, ഞാൻ താഴ്ന്നു പോവല്ലേ അവരെ മുന്നേ. ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. നമുക്ക് വേണ്ടി, നമുക്ക് അവരതിൽ എഴുതുമ്പോ തന്നെ പറയാം, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി, എന്റെ മനസ്സ് ശുദ്ധിയാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നു. അല്ലാതെ ഒരിക്കലും അവരെ റെഡിയാക്കാനോ അതിനു വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്തു തരുന്നു. അതേപോലെ അള്ളാന്റെ അടുത്ത് നമ്മൾ പറയാം, ഡിയർ അള്ളാഹ്, എന്റെ അടുത്ത് ഇങ്ങനെ തെറ്റ് പറ്റിപ്പോയി, പ്ലീസ് ഫോർഗീവ് മീ, ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തെ ചെയ്തു പോയതായിരുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. ഇതൊരു പ്രയറാണ്. അപ്പോ
പോവും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് വിഷ്വലൈസേഷൻ. ഇനിയിപ്പോ എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം. കണ്ണടച്ചിട്ട് ഇപ്പോ നമ്മൾ ചെയ്ത പോലെ, നമ്മളിപ്പോ സെൽഫിന് വേണ്ടിയിട്ടുള്ള ചെയ്തത്, അത് ആ ആള് നമ്മളെ മുന്നിലുള്ള പോലെ, അല്ലെങ്കിൽ അയാളെ ഫോട്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് എടുത്ത് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് കണ്ണടച്ചിട്ട്, ഇപ്പൊ നമ്മള് ഫ്രണ്ടിനോടാണെങ്കിൽ സോറി ഡി, ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതില് പറ്റിപ്പോയതാണ്, നമ്മളെടുത്താണ് മിസ്റ്റേക്ക് എന്നുണ്ട് പറ്റിപ്പോയതാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരാണ് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ സ്ട്രോങ് ആയിട്ട് പഴയ ബിനിയായിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് പുറത്ത് തരികയാണ്, എനിക്ക് സമാധാനത്തിൽ ഉറങ്ങണം, ഫുഡ് കഴിക്കണം, എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിച്ച് പോകുമ്പോ ഞാനൊക്കെ അതേപോലെ മൈൻഡിൽ കൊണ്ട് നടന്നിരുന്നു പല പെയിൻസും. പക്ഷെ ഇപ്പൊ ഞാനത് എഴുതി എഴുതി അങ്ങനെ അതിന്റെ ആ ഒരു എന്താ പറയാ ആ പെയിന് കുറഞ്ഞു. അത് കുറയുന്ന നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ട് നമ്മൾ എന്തോ ഒരു ഭാരം കുറഞ്ഞ പോലെ. അത് നമ്മൾ എഴുതി തന്നെ നോക്കണം. ഓക്കെ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഫോൺ എടുത്തിട്ട്, നമുക്ക് ആരുടെ അടുത്ത് ഷെയർ ചെയ്യാനതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരാളോട് ഇപ്പൊ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഒന്ന് റെക്കോർഡ് ചെയ്യാം. അയാളോട് സംസാരിക്കുന്ന പോലെ ഈ എന്നോട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് തന്നെ. അപ്പൊ എന്താ ചെയ്യാ, വോയിസ് നമ്മൾ ആർക്കും സെൻഡ് ചെയ്യുന്നില്ല, അത് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യുക. അത് പിന്നെ എടുത്ത് കേൾക്കാൻ നിൽക്കരുത് കേട്ടോ. അതുപോലെ ഇപ്പൊ എഴുതിയതാണെങ്കിലും, എന്റെ ഫ്രണ്ട് ആരോന്ന് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് എടുത്ത് വായിച്ചു, ചിലപ്പോ നമ്മൾ ഹസ്ബൻഡിനെ കുറിച്ച് തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അതെന്തായാലും ബേൺ ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലഷ് എങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ എഴുതി വെച്ച് ഇനിയിപ്പോ ബേൺ ചെയ്യാനും നമുക്ക് നൈറ്റിൽ എഴുതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ നൈറ്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരും ആ ടൈം പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഴുതാണ്ട് ഇരിക്കേണ്ട. പകല് എപ്പോഴാ ടൈം കിട്ടുന്ന വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ എഴുതുക കേട്ടോ. അപ്പൊ ഏറ്റവും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ ആ ഒരു ടൈമിലാണ്. കാരണം എന്താ, നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്, നമുക്ക് മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോ എഴുതിയാൽ അത് അവിടെ സൂക്ഷിച്ച് വെക്കരുത് ഒരിക്കലും. നമ്മൾ എന്ത് ചെയ്യാ, അത് കീറിയിട്ടെങ്കിലും വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം കത്തിച്ച് കളഞ്ഞാലും മതി. അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ ഫ്ലഷ് അടിച്ചിട്ട് കളയാം. അപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡിൽ നമ്മളെ മൈൻഡ് ഓക്കെ ആകും. കാരണം എല്ലാഞ്ഞാലും നമുക്ക് എന്താ ആൻസൈറ്റി എന്നും അവരിങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുക ചെയ്യാം, എന്നാലും അവരിങ്ങനെ ചെയ്തല്ലോ. അപ്പൊ നമുക്ക് അതൊന്നും വേണ്ട, നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. അതിന് നമുക്ക് എന്താ, പഠിച്ചവന്റെ അടുത്തൊന്നും നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മളെ ഓക്കെ ആക്കും ചെയ്യും. നമ്മള് ഹാപ്പി ആയിട്ട്. അവര് ഇവളോട് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ എന്താ, ഇവക്ക് എന്നോട് ദേഷ്യമില്ലല്ലോ. എനിക്കിപ്പോ എന്റെ സിസ്റ്റർ ഇൻ ലോസ് ഒക്കെ, ഹസ്ബൻഡിന്റെ ബ്രദേഴ്സിന്റെ വൈഫൊക്കെ എന്ത് പറഞ്ഞാലും അവിടെ അവര് പറയാനുള്ള മുഖത്ത് നോക്കിയാണ്ട് പറയും. പക്ഷെ ഞാൻ പിന്നെയും ചിരിച്ചിട്ട് അവരടുത്ത് ചെല്ലാം. ഞാനും മിണ്ടാണ്ട് നിൽക്കേ, എനിക്ക് അത് അറിയൂല കേട്ടോ. മൈൻഡിൽ വേദന ഉണ്ടാവും, പക്ഷെ എനിക്കൊരു ഈഗോ ആയിട്ടൊന്നും അവരെ മാറിയിട്ടില്ല. അപ്പൊ ലാസ്റ്റ് പിന്നെന്താ ചെയ്യും, അവര് പറയുന്നൊക്കെ കുറയും. ഫുള്ളായിട്ടില്ലെങ്കിലും ഇവളോട് ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടോ ഏൽക്കാൻ പോകുന്നില്ല. ചിലർക്ക് നമ്മൾ ആ ദുഃഖിച്ചിരിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആളുകളെ മുന്നിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാ. അപ്പൊ ഇപ്പോ എനിക്ക് ഫോർഗീവ്നെസ് എഴുതുന്ന മെത്തേഡൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ അവരുടെയൊക്കെ എഴുതി ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് ഞാനിതേപോലെ ഫസ്റ്റില് ഡീപ്പായിട്ട് തന്നെ എഴുതിയിരുന്നു. പിന്നെ എഴുതുമ്പോ ഓരോരുത്തരുടെ ലിസ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാ, ഓരോരുത്തരുടെ ലിസ്റ്റ് എഴുതുക. നമ്മളെ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് എഴുതാം. എന്നിട്ട് അതിൽ ഏറ്റവും പെയിൻ ഉണ്ടാക്കിയ ആ ഒരാളെടുത്തിട്ട് ഒരു 1 വീക്ക് നമ്മൾ അയാളത് മാത്രം ഫോക്കസ് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം. എന്നിട്ട് ആ പെയിൻ ആദ്യം എന്താ പറയാ, ഉള്ളിൽ നിന്ന് ഹീൽ ചെയ്ത് പോട്ടെ. പിന്നെ നെക്സ്റ്റ് ആളെടുക്കാം. അങ്ങനെ എടുത്തെടുത്ത് ഓരോരുത്തരിലും ക്ലിയർ ആവുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഐ ഫോർഗീവ് യു എന്നാളെ പേര് മാത്രം കൊടുത്താലും മതിയാവും. അങ്ങനെ എഴുതിയിട്ട് ഞാനൊക്കെ ഇപ്പൊ അങ്ങനെ ലാസ്റ്റ് പ്രാക്ടീസ് ചെയ്യല്. ഡീപ്പായിട്ട് എഴുതാറില്ല. കാരണം പിന്നെ എപ്പോഴെങ്കിലും അത് ആലോചിക്കുമ്പോൾ ഒരു പെയിൻ വരുന്നുണ്ടെങ്കിൽ ഇന്ന ആള് ഇന്ന ചെയ്തു, ഓക്കെ, ബിക്കോസ്
ഇന്ന കാര്യം കൊണ്ട് എന്നുള്ള ജസ്റ്റ് ഒരു 2 സെന്റൻസിലാക്കിയിട്ട് നമുക്ക് ഒതുക്കിയിട്ട് എഴുതാൻ കഴിയും. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇത് നമുക്ക് ഒരു ഇതൊക്കെ അറിയുന്നത് തന്നെയാണ്. അപ്പൊ പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഫോർഗിവ്നെസ് നമ്മളിപ്പോ അറിയുന്ന ചിലപ്പോ മേ ബി ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ ഡെയിലി ചെയ്യാം. മോർണിംഗ് ചെയ്യണ്ടെന്ന് പറയാനുള്ള കാരണം മോർണിംഗിൽ നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സ് മോർണിംഗിൽ തന്നെ നമ്മളെ മൈൻഡിലേക്ക് കൊണ്ടുവരണ്ടല്ലോ. പക്ഷെ രാത്രിയിൽ എഴുതിയാൽ നമുക്ക് നല്ല ഉറങ്ങാൻ പറ്റും സമാധാനത്തിൽ. കാരണം എന്താ, പഠിച്ചോനെ ഏൽപ്പിച്ചിട്ട് ഉറങ്ങുന്ന പോലെ നമ്മൾക്ക് എഴുതി അത് കഴിഞ്ഞല്ലോ, എന്റെ മൈൻഡിൽ നിന്ന് അത് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് സ്ലീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക. എന്നും ഇപ്പോ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എഴുതാ. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റിൽ എഴുതാൻ മതി, പിന്നെ നമുക്കത് മൈൻഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എഴുതേണ്ട ആവശ്യം വരൂല. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ലിസ്റ്റ് എഴുതുമ്പോൾ. ഞാനൊക്കെ വിചാരിച്ചിരുന്നു എനിക്ക് ആരോടൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷെ ലിസ്റ്റ് എടുക്കാൻ നോക്കിയപ്പോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും, പക്ഷെ നമുക്ക് എന്തൊക്കെ വേദനിപ്പിച്ചു എന്നുള്ളത് ചിലപ്പോ നമ്മള് എന്തെങ്കിലും ഡ്രസ്സിങ്ങിന് വരെ കളിയാക്കിയതും അപ്പത്തെ ഒരു ഇതിൽ ചിലപ്പോ നമ്മളെ മൈൻഡിൽ കൊണ്ടിട്ടുണ്ടാവുന്നത്. അപ്പൊ അതുവരെ നമ്മൾ എഴുതി ഒഴിവാക്കുക. നമ്മളെ മൈൻഡ് എപ്പോഴും ക്ലീൻ ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്ര ടൈം എന്നെ കേട്ടിരുന്നല്ലോ വീഡിയോയിൽ വന്നിട്ട് എന്നെ ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you so much, Bini, for giving such a wonderful session. അപ്പോ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ രാവിലെ തന്നെ ആ ഒരു ഫോർഗീവ് ചെയ്തല്ലോ നമ്മളെ കൂട്ടിപ്പിടിച്ചിട്ടുള്ളത്. അത് വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം നമ്മളെ എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് സെൽഫ് ലവ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് മാറ്റി വെക്കുക. പക്ഷെ രാവിലത്തെ ആ ഒരു എനർജിയിൽ നമ്മുടെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ കൂട്ടിപ്പിടിച്ച ഒരു സംഭവമല്ലേ, അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഫീൽ ചെയ്തു. താങ്ക് യു സോ മച്ച് ബിനി. അപ്പൊ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് സെഷനിലോട്ട് പോവാം. അപ്പോ ആരാണ് ഇന്ന് നമുക്ക് ഫീഡ്ബാക്ക് തരുന്നേ? സക്കിന മാം, അതുപോലെ തന്നെ സുനീറ മാം, ഇവരൊക്കെ ഉണ്ട്. പറയൂ, 2-3 പേർക്ക് വേഗം പറയാം, നമുക്ക് നമ്മുടെ ടാസ്കിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. സുനീറ മാം, അറിയൂത്? മാം പ്ലീസ്. മാം, ഞാൻ ലേറ്റ് ആയിട്ട് ജോയിൻ ആക്കിയത്. ഓക്കെ മാം, നോ പ്രോബ്ലം. കേട്ടിരുന്നോ? കുറച്ച് ലാസ്റ്റ് കേട്ടിരുന്നോ? കേട്ടു, വെറുതെ കേട്ടു. തന്നെ ബിനി മാമിന്റെ എന്താണ് നിങ്ങൾക്ക് സമ്മാനിച്ചത്? മാമിന്റെ ഒരു സ്പീച്ചിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്നുള്ളതൊന്നൊരു ഫീഡ്ബാക്ക് പറയോ? അത് മാം പറഞ്ഞ കറക്റ്റാ. കാരണം നമ്മള് എഴുതി തുടങ്ങുമ്പോ സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെയാണ്. എനിക്ക് ആരായിട്ടൊന്നും ഇല്ലല്ലോ, എനിക്കൊന്നും എഴുതാനില്ല. ആ ഒരു തോട്ടായിരുന്നു എന്റെയും മനസ്സിലുണ്ടായിരുന്നത്. കാരണം എന്നെ ആരെ കുറിച്ചൊന്നും ചീത്ത അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ എഴുതി തുടങ്ങുമ്പോഴാണ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. എന്താ പറയാ, ഡീപ്പായിട്ട് ഞാൻ എഴുതി തുടങ്ങിയിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളെ എടുത്തിട്ട് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമ്മളെ കുറിച്ച് എന്താണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, നമുക്ക് അവരായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ എഴുതി തുടങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോ ഞാൻ എന്റെ ബുക്കിൽ അങ്ങനെ ഒന്നും എഴുതി തുടങ്ങിയിട്ടില്ല. ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് നമ്മളെ അറൗണ്ടിലുള്ള ആൾക്കാരെ കുറിച്ച്, നമ്മളെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാല് എന്താണ് നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളത്, എന്താണ് നമ്മളുടെ പ്രയാസങ്ങൾ എന്നുള്ളത് എഴുതി തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ വിചാരിച്ചു. അത് നമ്മളിപ്പോ ക്ലാസ്സിലിപ്പോ
ഞാൻ ഇതുവരെക്കും അത് എഴുതി തുടങ്ങിയിട്ടില്ല. മാം പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പൊ ആരായാലും നമ്മളെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ കുറിച്ച് മാത്രം അപ്പൊ ഒന്ന് എഴുതി തുടങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ. Okay, thank you കൂടുതലായിട്ടൊന്നുമില്ല. so much, Sunira ma'am. Sakina ma'am, are you there? താങ്ക് യു മാം. Okay, please. എന്തായാലും നല്ല അടിപൊളി ക്ലാസ് തന്നെ. നമുക്ക് ഏറ്റവും വേണ്ടിയ ക്ലാസ് തന്നെ ആയിരുന്നു. താങ്ക് യു. പിന്നെ നമ്മള് ഇതന്നെ ഓരോരോ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ നമ്മളിങ്ങനെ അത് മനസ്സിലിട്ട് നടക്കുമല്ലോ. മദറിലോ ആയാലും എനിക്കൊക്കെ കുറെ അനുഭവം ഉണ്ട്. അങ്ങനെ ഒരുപാട് നാളിങ്ങനെ അത് മനസ്സിലുണ്ടാവും. അങ്ങനെ മനസ്സ് വിഷമിച്ച് ആകെ പ്രശ്നങ്ങളാണ്. അപ്പോ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായ എന്തായാലും ഭയങ്കര മാറ്റം. കാരണം ഇത് നമ്മൾ എഴുതാൻ തുടങ്ങിയത് മുതലാണ് അതൊക്കെ മനസ്സിൽ നിന്ന് പോയി. എല്ലാം ഇപ്പൊ നമ്മള് രാത്രി കിടക്കാൻ പോണ മുന്നേ എന്തായാലും ഇത് എഴുതിയിട്ടേ കിടക്കാൻ തോന്നുള്ളൂ. കാരണം അത്രയും ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സമാധാനമാണ് നമ്മളത് എഴുതി എടുക്കുമ്പോ. അതേപോലെ നമ്മളെ സ്റ്റോണ് പിടിച്ചിട്ടുള്ളത് അതൊക്കെ ചെയ്യുമ്പോ ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലോ പെട്ടെന്ന് ഉറക്കം കിട്ടും. അപ്പൊ ഇത് നല്ലൊരു സംഭവമാണ്. എന്തായാലും അങ്ങനത്തെ നല്ലൊരു ക്ലാസ് തന്നതിന് തന്നെ താങ്ക് യു മാം. Thank you so much, Sakina ma'am, your feedback. Ini Selina ma'am. Selina ma'am, are you there? No. Suhra ma'am. പോരട്ടെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും പോരട്ടെ, എനർജിയിൽ അങ്ങോട്ട് പവർ വരട്ടെ. എന്റെ എനർജി 2 ദിവസമായിട്ട് പോയി കിടക്കായിരുന്നു. എന്ത് പറ്റി? ഒന്നുമില്ല. നമ്മുടെ സെഷൻ ഉണ്ടാവുമ്പോ എന്തിനാ വെറുതെ ഡൗൺ? ഇന്നലെ പോസ്റ്റ് കണ്ടപ്പോഴേ പീസ് ഓഫ് മൈൻഡ്, മനസമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്. അപ്പൊ നമ്മള് പെർഫെക്റ്റ് ആണ്, അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ് ഒക്കെ ചെയ്യണ്ടെങ്കിലും ചില സമയങ്ങളൊക്കെ ചില കാര്യങ്ങൾ വരുമ്പോ നമ്മള് നന്നേ താഴ്ത്തു പോകും. പക്ഷെ അതിന്റെ ഇടയിലൊക്കെ കയറി വിരിച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അത് എത്രയായാലും അങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് വരണല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ അപ്പൊ അത് ഇന്ന് അങ്ങനെയുള്ളൊരു ക്ലാസ് കേട്ടപ്പോ കുറെ കാര്യങ്ങൾ മൈൻഡിൽ കൂടെ വന്നു പോയി. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എത്ര എഴുതി വിട്ടാലും നമുക്കങ്ങനെ മനസ്സിൽ ഇപ്പൊ ദേഷ്യമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിലും എന്നാലും ചിലപ്പോ ചില സംഭവങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടത് വരുമ്പോ നമ്മുടെ മൈൻഡിൽ കൂടെ ഇങ്ങനെ കേറിപ്പോവും. പക്ഷെ അവരോടൊന്നും ഇപ്പൊ ആർക്കും ഇങ്ങനെ ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ഒരു ഇതായിട്ടൊന്നും നിൽക്കണില്ല. അതൊക്കെ മാറ്റങ്ങൾ വന്നു. എന്നാലും ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ അതും കൂടി മുഴുവനായിട്ട് മാറി കിട്ടണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ആളുകളുടെ വിഷയങ്ങളൊന്നുമില്ല, ചില സംഭവങ്ങൾ മാത്രമാണ് എന്നെ ഇങ്ങനെ ഇപ്പൊ എനിക്കുള്ള ഒരു പ്രയാസം. അല്ലാതെ വേറെ അങ്ങനെ സംഭവങ്ങളായിട്ടൊന്നുമില്ല. അപ്പോ വിനീമ താങ്ക് യു സോ മച്ച്. നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സംഭവങ്ങൾ തന്നെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ നമുക്ക് അതും ലൈവായിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ അത് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോ അങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നാലെ നടന്നിങ്ങനെ നിങ്ങളങ്ങനെ പോസിറ്റീവ് എനർജിയിലേക്ക് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളെ ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊന്ന് വരിക. ഞങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണർന്നിരിക്കുന്നുണ്ട്. മാമിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഓരോ ചുവട് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഞങ്ങള്, നിങ്ങൾക്ക് ആ പോസിറ്റിവിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഡൗൺ ആവുന്ന സമയത്ത് ഞങ്ങൾ എന്നാ ഗ്രൂപ്പിലൊന്നും വരിക, അപ്പൊ മാം ശരിയാവും. ഓക്കെ, ഇൻഷാ അല്ലാ.
അപ്പോ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചതിന്. അപ്പൊ നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ എല്ലാവരുടെ നിങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ പേഴ്സണൽ സ്പേസിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു സ്പേസിൽ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വീഡിയോ, എങ്ങനെയുള്ള വീഡിയോ ആണ് വേണ്ടത്? നമ്മുടെ ക്ലാരിറ്റി കോഡിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു, ഇവിടുന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ബാച്ചിലുള്ളവരുണ്ട്, സെക്കൻഡ് ബാച്ചിലുള്ളവരുണ്ട്. അപ്പൊ എല്ലാവരും തന്നെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നിങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ സെൻഡ് ചെയ്യണം. ഉറപ്പല്ലേ? സെൻഡ് ചെയ്യൂലേ? ഷൈദ മാം റെഡിയല്ലേ? അപ്പോ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പോന്നോട്ടെ ആ കത്ത് പോലെ. അപ്പോ ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് കിടക്കാൻ. നമ്മള് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മദ്രസയിൽ പോകുന്നവരും കുട്ടികളുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് മറക്കണ്ട, എല്ലാവരും തന്നെ ഇന്ന് തന്നെ അത് സെൻഡ് ചെയ്യാം കേട്ടോ. ആ ഒരു വീഡിയോ മറക്കാതെ തന്നെ സെൻഡ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ കുറെ ടാസ്കുകൾ ഇങ്ങനെ പലരുടെയും പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്, അതും മറന്നിട്ടില്ല. അപ്പൊ എല്ലാവരും തന്നെ അത് വൈകാതെ തന്നെ, അത് നമ്മൾ നിങ്ങൾക്ക് ഓരോ ടാസ്കുകളും തരുന്നത് നിങ്ങൾ ആ ഒരു വൈബ്രന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എന്നും, ഇതിപ്പോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ആരും ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾക്ക് ആ ഒരു ജീവിതത്തിൽ ലൈഫ് ലോങ് ആ ഒരു എനർജി നിങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർമ്മകളൊക്കെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യണം. ഓക്കെ, ആരും മറന്നുപോകല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോകും. ആ വീഡിയോയില് എല്ലാ കുറച്ച് കാര്യങ്ങളും ദിവസം കഴിഞ്ഞാലേ എങ്ങട്ടാ പോവാന്ന്, നിങ്ങൾ എങ്ങോട്ട് പോവും ഞങ്ങളുടെ അടുത്തുനിന്ന്? ഞാൻ അതന്നെ സൂറ മെമ്പരെ വിടൂല നമ്മളല്ലേ? ഞങ്ങളുണ്ടാവും നിങ്ങളെ കൂടെ, എന്നാ പോരെ? കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങള് പോകുന്ന് പറഞ്ഞപ്പോ ഞാൻ എങ്ങോട്ട് പോകും? നിങ്ങൾ പോവാതിരുന്നത് ഞങ്ങൾ നിങ്ങളെ പിന്തുടർന്നിട്ട് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് എന്തൊക്കെ ഞാൻ പോവൂല. മാറ്റം അത് കേട്ടാ മതി. കല്ലെടുത്ത് പറഞ്ഞാലും പോവൂല. അത് കേട്ടാ മതി. ഞങ്ങൾ നിങ്ങളെ വിടൂല. ഈ ഒരു സൗഹൃദം എന്നും ഉണ്ടാവും ഞങ്ങളുടെ കൂടെ ഇൻഷാല്ലാ. ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് കിടക്കാം. നമ്മുടെ അല്ല മാം, ഫസ്റ്റ് ആ വീഡിയോയിലേ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കേണ്ടത്. നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു, നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടുന്ന് ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടുന്ന് കിട്ടി, നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, നിങ്ങൾ വന്നപ്പോഴുള്ള നിങ്ങളും ഇപ്പൊ ഉള്ള നിങ്ങൾക്കും നിങ്ങൾക്ക് മനസ്സിലാവൂല, നിങ്ങളുടെ മനസ്സിലുണ്ടാവൂല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോ അത് മനസ്സ് തുറന്ന് പറയാം. ഓക്കെ, നല്ലൊരു ഫീഡ്ബാക്ക് ആയിക്കോട്ടെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും എഴുതിക്കോളൂ കേട്ടോ.